ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കൃപയും സൗഖ്യവും നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനങ്ങളിലൂടെ നാം സഞ്ചരിച്ചപ്പോൾ 1-ാം അധ്യായം 1-2 തിരുവചനങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടു. ഇന്ന് നമ്മൾ കാണുന്നത് അതിൻ്റെ ബാക്കിയായിട്ട് നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം 1-2 തിരുവചനങ്ങളാണ്. ദൈവകൽപ്പനകൾ അനുസരിക്കുമ്പോൾ ഉണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ചാണ് പറയുക. ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുവാൻ നാം ജാഗരൂകത ഉള്ളവരായിരിക്കണം. അതിന് ഫലമോ ദൈവം നമ്മളെ ഭൂമിയിലെ എല്ലാ ജനതകളെക്കാളും ഉന്നതമായ അവസ്ഥയിൽ നമ്മളെ എത്തിക്കും. 28-ാം അധ്യായം നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം 1-ാം തിരുവചനം ഇങ്ങനെയാണ് പറയുക: അവിടുത്തെ സ്വരം നീ ശ്രദ്ധാപൂർവം ശ്രവിച്ചാൽ, നിന്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം നീ ശ്രദ്ധാപൂർവം ശ്രവിച്ച് നിനക്ക് ഇന്ന് ഞാൻ നൽകുന്ന ദൈവത്തിൻ്റെ, അല്ലെങ്കിൽ ഇന്ന് ഞാൻ നിന്നെ അനുശാസിക്കുന്ന ദൈവത്തിൻ്റെ കൽപ്പനകളെല്ലാം ജാഗ്രതയോടെ അനുഷ്ഠിക്കുമെങ്കിൽ നിന്റെ ദൈവമായ കർത്താവ് ഈ ഭൂമിയിലുള്ള ഈ എല്ലാ ജനതകളെക്കാളും ഉന്നതനായി ഉയർത്തും. ഉന്നതമായ സ്ഥാനത്തേക്ക് അവിടെ നിന്നെ ഉയർത്തും. സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ കൽപ്പനകൾ ശ്രദ്ധാപൂർവം ശ്രവിക്കുവാൻ, ശ്രദ്ധാപൂർവം അനുഷ്ഠിക്കാൻ നമ്മൾക്ക് തീരുമാനമെടുക്കാം. വിശ്വസ്തയോടുകൂടി ദൈവത്തിൽ നിന്ന് സ്വരം സ്വീകരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ നമുക്ക് ശ്രമിക്കാം. ത്രിയേക ദൈവം നമ്മളെവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.